എരുമേലിയിൽ ചെറുവള്ളി എസ്റ്റേറ്റിൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന നിർദ്ദിഷ്ട ശബരി വിമാനത്താവളത്തിന് പുതുക്കിയ വിജ്ഞാപനം 2 മാസത്തിനുള്ളിൽ സംസ്ഥാന സർക്കാർ പുറപ്പെടുവിക്കും. മുൻ വിജ്ഞാപനത്തിലെ പോരായ്മകൾ പരിഹരിച്ച് സാമൂഹികാഘാത പഠനം വീണ്ടും നടത്തുമെന്നും സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ചെറുവള്ളി എസ്റ്റേറ്റിന്റെ കൈവശക്കാരായ ബിലീവേഴ്സ് ചർച്ചിന് കീഴിലുള്ള അയന ചാരിറ്റബിൾ ട്രസ്റ്റ് നൽകിയ ഹർജി തീർപ്പാക്കിയതിനെ തുടർന്നാണ് പുതിയ നടപടികൾക്ക് തുടക്കമിടുന്നത്. സ്വതന്ത്ര ഏജൻസിയെ ഉപയോഗിച്ച് സാമൂഹികാഘാത പഠനം നടത്തുമെന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. വിമാനത്താവളത്തിനായി 441 ആളുകളുടെ 1000.28 ഹെക്ടർ സ്ഥലം ഏറ്റെടുക്കാൻ കഴിഞ്ഞ മാർച്ചിലാണ് സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. നേരത്തെ സാമൂഹികാഘാത പഠനം നടത്തിയ സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് സർക്കാരിന് കീഴിലുള്ള ഏജൻസിയാണെന്നും സർക്കാർ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്നും ഹർജിക്കാർ കോടതിയെ ബോധിപ്പിച്ചിരുന്നു. 579 കുടുംബങ്ങളെ പദ്ധതി ബാധിക്കുമെന്നും ഭൂമി ഏറ്റെടുക്കുമ്പോൾ ന്യായമായ നഷ്ടപരിഹാരവും പുനരധിവാസവും ഉറപ്പാക്കണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. എസ്റ്റേറ്റിന് പുറത്ത് താമസിക്കുന്ന 358 കുടുംബങ്ങളും ലയങ്ങളിൽ താമസിക്കുന്ന 221 കുടുംബങ്ങളും ഉൾപ്പെടെയാണ് 579 കുടുംബങ്ങൾ. എരുമേലി പഞ്ചായത്ത് 4-ാം വാർഡിലാണ് ചെറുവള്ളി എസ്റ്റേറ്റ്. 5-ാം വാർഡിലെ കാരിത്തോട്, ഒഴുക്കനാട്, ഓരുങ്കൽ കടവ് പ്രദേശങ്ങളിലെ 200 ഏക്കറും അധികമായി ഏറ്റെടുക്കുന്നുണ്ട്. 2020 ജൂൺ മാസത്തിലാണ് കേരള വ്യവസായ വികസന കോർപ്പറേഷൻ പുതിയ വിമാനത്താവള നിർമ്മാണത്തിനുള്ള അനുമതി അപേക്ഷ സിവിൽ ഏവിയേഷൻ മന്ത്രാലയത്തിന് സമർപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി.